ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിഷ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് നമ്മളെല്ലാവരെയും അലട്ടുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ്. ഒരുപാട് പേര് എന്നോട് കമൻറ്റ് ബോക്സിലും മെസ്സേജ് വഴിയൊക്കെ ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് എൻ്റെ മാനിഫെസ്റ്റേഷൻ ടെക്നിക്കുകൾ ഒന്നും വർക്കാവാത്തതെന്ന്. നിങ്ങളൊരു വിഷൻ ബോർഡ് ഉണ്ടാക്കി, ഡ്രീം കാറിൻ്റെയും വീടിൻ്റെയും ചിത്രങ്ങൾ ഒട്ടിച്ചു. ദിവസവും അതിലേക്ക് നോക്കി പോസിറ്റീവ് എനർജി കൊടുക്കാൻ ശ്രമിച്ചു. ചിലപ്പോൾ സ്ക്രിപ്റ്റിൻ ലെറ്ററുകൾ എഴുതി നിങ്ങളുടെ ആഗ്രഹം നടന്നതുപോലെ ഫീൽ ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ നിങ്ങൾ ആഗ്രഹിച്ച ഒരു മാറ്റവും ലൈഫിൽ വന്നില്ല, അല്ലേ? അപ്പോൾ വിഷൻ ബോർഡ് വെച്ചിട്ടൊരു കാര്യവുമില്ല. സ്ക്രിപ്റ്റിംഗ് എന്ന പരിപാടി തീരെ വർക്ക് ചെയ്യുന്നില്ല. മറ്റുള്ളവർക്ക് ഫലം കണ്ട മാനിഫെസ്റ്റേഷൻ ടെക്നിക്കുകൾ എനിക്ക് മാത്രം എന്തുകൊണ്ടാണ് ഫലം തരാത്തത്? ഇത്തരം ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഈ വീഡിയോ അവസാനം വരെ കാണണം. ഇതിൻ്റെ യഥാർത്ഥ കാരണം എന്താണെന്നും അത് മാറ്റിയെടുക്കാൻ നമുക്ക് എന്ത് ചെയ്യാനാകുമെന്നും ഞാൻ വളരെ ലളിതമായിട്ട് പറഞ്ഞുതരാവേ. അതായത് മാനിഫെസ്റ്റേഷൻ ടെക്നിക്കുകളൊന്നും വർക്ക് ചെയ്യാത്ത സമയത്ത് നമ്മുടെ മനസ്സിൽ വരുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്നറിയാവോ? എന്തെങ്കിലും പ്രശ്നം എനിക്കാണോ? എന്താണ് എൻ്റെ വൈബ്രേഷന് പറ്റിയത്? എൻ്റെ ഡ്രീം ലൈഫ് കിട്ടാൻ ഞാൻ ഇനിയും ഒരുപാട് മെഡിറ്റേഷൻ ചെയ്യേണ്ടതുണ്ടോ? അല്ലെങ്കിൽ ഞാൻ കഷ്ടപ്പെട്ട് വർക്ക് ചെയ്യാത്തത് കൊണ്ടാണോ ഇങ്ങനെ സംഭവിക്കുന്നത്? ആദ്യം തന്നെ ഞാനൊരു കാര്യം വ്യക്തമാക്കിക്കോട്ടെ. നിങ്ങൾ വിചാരിക്കുന്ന പോലെ നിങ്ങൾക്കൊരു കുഴപ്പമില്ല. നിങ്ങൾ മോശമായ ഒരാളായതുകൊണ്ടൊന്നും അല്ല നിങ്ങളുടെ സ്വപ്നങ്ങൾ നടക്കാത്ത. മാനിഫെസ്റ്റേഷൻ എന്ന ആശയം നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയതല്ല എന്ന് നിങ്ങൾ കരുതേണ്ട ആവശ്യമില്ല. നിങ്ങൾ സ്വപ്ന ജീവിതം നേടുന്നതിന് മുമ്പ് ഇനിയും നന്നാകാനുണ്ട് എന്ന് വിചാരിച്ച് സ്വയം വേദനിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ നിങ്ങൾ വേണ്ടത്ര കഠിനാധ്വാനം ചെയ്യുന്നില്ല എന്നൊരു ചിന്ത മനസ്സിൽ നിന്നും മാറ്റിക്കളയണം. നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണേ. നിങ്ങൾ ഇപ്പോഴും നിങ്ങളെ കാണുന്നത് നിങ്ങളുടെ ആ സ്വപ്നങ്ങൾ എത്തിപ്പിടിക്കാൻ കഴിയാത്ത ഒരാളായിട്ടാണ്. അതായത് നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ അവൈലബിൾ അല്ലാത്ത, അതായത് പഴയ വേർഷൻ ആയിട്ടാണ് നിങ്ങൾ സ്വയം ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. മനസ്സിലായോ? അതായത് നിങ്ങൾ ഇപ്പോഴും നിങ്ങളെ കാണുന്നത് നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാവാത്ത ആ പഴയ നിങ്ങളായിട്ടാണെന്ന്. ഇതൊരു ചെറിയ കാര്യമല്ല, ഇതാണ് എല്ലാത്തിൻ്റെയും അടിത്തറ. ഈ ഒരു ഭാഗമാണ് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾ ദിവസവും രാവിലെ എണീറ്റ് നിങ്ങളുടെ വിഷൻ ബോർഡിലേക്ക് നോക്കുന്നുണ്ടാവാം. നിങ്ങൾ ആകർഷിക്കാൻ ആഗ്രഹിക്കുന്ന വീടിൻ്റെയും ജോലിയുടെയും അതേപോലെ തന്നെ യാത്രകളുടെയും ചിത്രങ്ങൾ നിങ്ങൾ ദിവസവും കാണുന്നുണ്ട്. നിങ്ങളതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. പക്ഷേ എത്ര നോക്കിയാലും എത്ര വിഷ്വലൈസ് ചെയ്താലും കാര്യമായ മാറ്റം കാണുന്നില്ല. അതിൻ്റെ കാരണം ഇതാണ്. നിങ്ങൾ ആ ചിത്രം കാണുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ ചിന്ത എന്താണ്? മനസ്സിലെവിടെയോ ഒരു ചിന്തയുണ്ടാകും, ഇതൊക്കെ എന്ത് രസമാണ് കാണാൻ, പക്ഷേ എനിക്കിങ്ങനെ ഒരു ജീവിതം കിട്ടാൻ പോകുന്നില്ല എന്നൊരു തോന്നൽ. ഞാനൊരു ഉദാഹരണം പറയാം. ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ ദിവസവും നമ്മുടെ സ്വപ്ന ജീവിതം നയിക്കുന്ന പലരെയും കാണാറില്ലേ? അവരെയൊക്കെ നോക്കി കൊള്ളാം എന്ന് പറഞ്ഞ് നമ്മൾ ലൈക്ക് കൊടുത്ത് പോകാറില്ലേ? നിങ്ങളുടെ വിഷൻ ബോർഡ് അതിൽ നിന്നും ഒരു വ്യത്യാസവുമില്ലാത്ത മറ്റൊരു ഗാലറി പോലെയാണ് നിങ്ങളുടെ ഉപബോധ മനസ്സ് കാണുന്നത്. ഞാൻ കുറച്ചും കൂടി വിശദമായിട്ട് പറയാം. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ പോയിട്ട് ഫേമസ് ആയിട്ടുള്ള ആളുകളുടെ ട്രാവൽ ഫോട്ടോസ് കാണുന്നത് പോലെയാണത്. അത് കാണുമ്പോൾ നമുക്ക് ഒരു മോഹം വരും. പക്ഷേ ആ ചിത്രം കണ്ടതുകൊണ്ട് മാത്രം നമ്മൾ ആ വിമാനത്തിൽ കയറില്ലല്ലോ. ആ ചിത്രങ്ങൾ വെറുതെ മറ്റൊരാളുടെ ലൈഫ് മാത്രമായിട്ട് നിങ്ങളുടെ മൈൻഡ് കാണുന്നു. നിങ്ങളുടെ വിഷൻ ബോർഡിലെ ചിത്രങ്ങൾ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിന് നിങ്ങളുടെ ഫ്യൂച്ചറായിട്ട് തോന്നണം, എങ്കിൽ മാത്രമേ അത് പ്രവർത്തിക്കൂ. ഫീലിംഗ് ആണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അതായത് നിങ്ങൾ വിഷൻ ബോർഡിലെ ചിത്രത്തിലേക്ക് നോക്കുമ്പോൾ ഈ ജീവിതം എനിക്ക് കൂടി ലഭ്യമായ ഒന്നാണ് എന്ന് നിങ്ങളുടെ ഉപബോധ മനസ്സ് വിശ്വസിക്കണം. എങ്കിൽ മാത്രമേ ആ ചിത്രങ്ങൾ ഒരു മാനിഫെസ്റ്റിംഗ് ടൂളായിട്ട് മാറുള്ളൂ. ഈ ഒരു നിയമം തന്നെയാണ് നിങ്ങൾ എഴുതി വെക്കുന്ന കാര്യങ്ങളിലും, അതായത് സ്ക്രിപ്റ്റിങ്ങിലും വിഷ്വലൈസേഷനിലും മാത്രമല്ല എല്ലാ മാനിഫെസ്റ്റേഷൻ ടെക്നിക്സിലും ബാധകമാകുന്നത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ കൂട്ടുകാരെ, നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന ഈ ഒരു അവസ്ഥ, ആ സ്റ്റക്കായി പോകുന്ന ഫീലിംഗ്, അതെനിക്ക് നന്നായിട്ട് അറിയാം. മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് ഒക്കെ പരാജയപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു വിഷമവും
ആ ഒരു നിരാശയും ഞാനും ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ചോദ്യം ഇതാണ്, നിങ്ങളുടെ ഐഡൻറ്റിറ്റി എങ്ങനെയാണ് മാറ്റിയെടുക്കുക? നിങ്ങൾ ആഗ്രഹിക്കുന്ന ലക്ഷ്യങ്ങൾ, സ്വപ്നങ്ങൾ എന്നിവ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നേടാൻ കഴിയുമെന്ന് നിങ്ങൾ എങ്ങനെയാണ് 100% വിശ്വസിച്ച് തുടങ്ങുക? പലരും ഒരുപാട് ശ്രമിച്ചിട്ടും ഈ മാറ്റങ്ങൾ വരുത്താൻ കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണെന്നറിയാവോ? കാരണം ഈ മാറ്റങ്ങൾ വരേണ്ടത് നമ്മുടെ ബോധപൂർവമായ തലത്തിലല്ല, അതായത് കോൺഷ്യസ് മൈൻഡിലല്ല, മറിച്ച് നമ്മുടെ ഉപബോധ തലത്തിൽ, അതായത് സബ് കോൺഷ്യസ് മൈൻഡിലാണ്. അപ്പോൾ എന്താണ് നമ്മൾ സാധാരണ ചെയ്യുന്നത്? നമ്മൾ ബോധപൂർവം ഈ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. യൂട്യൂബിൽ വീഡിയോ കാണുന്നു, പുസ്തകങ്ങൾ വായിക്കുന്നു, കോഴ്സുകൾ അറ്റൻഡ് ചെയ്യുന്നു. എന്ത് ചെയ്യണമെന്നൊക്കെ നമ്മുടെ തലച്ചോറിനറിയാം. പക്ഷേ ഈ അറിവ് നമ്മുടെ ബോധ മനസ്സിൽ മാത്രമായിട്ട് ഒതുങ്ങിപ്പോകുന്നു. അതിലും ആഴത്തിലേക്ക് ഇത് ഇറങ്ങുന്നില്ല. നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡാണ് നിങ്ങൾ ഓരോ ദിവസവും ചെയ്യുന്ന കാര്യങ്ങളെയും, നിങ്ങൾ ആകർഷിക്കുന്ന കാര്യങ്ങളെയും, നിങ്ങൾ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ സ്വയം അനുവദിക്കുന്ന കാര്യങ്ങളെയും 95% നിയന്ത്രിക്കുന്നത്. അപ്പോൾ ഈ 5% മാത്രം സ്വാധീനമുള്ള ബോധ മനസ്സിന്, അതായത് കോൺഷ്യസ് മൈൻഡിന് ഈ കാര്യങ്ങളെക്കുറിച്ച് അറിവുണ്ടായിട്ട് എന്ത് പ്രയോജനം? വളരെ നിസ്സാരമാണല്ലേ? അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റം സംഭവിക്കാനുള്ള യഥാർത്ഥ താക്കോൽ എന്നത് അബോധപൂർവമായ, അതായത് സബ് കോൺഷ്യസ് ഐഡൻറ്റിറ്റി ഷിഫ്റ്റിംഗ് ആണ്. അപ്പോൾ എന്താണ് ഈ സബ് കോൺഷ്യസ് ഐഡൻറ്റിറ്റി ഷിഫ്റ്റിംഗ്? സബ് കോൺഷ്യസ് ഐഡൻറ്റിറ്റി ഷിഫ്റ്റിംഗ് എന്നത് ഒരാൾ ആരാകാൻ ആഗ്രഹിക്കുന്നുവോ ആ വ്യക്തിയുടെ സ്വഭാവ രീതികളും വിശ്വാസങ്ങളും പെരുമാറ്റങ്ങളും തൻ്റെ ഉപബോധ മനസ്സിൽ പുനഃക്രമീകരിച്ച് മാറ്റം വരുത്തുന്ന പ്രക്രിയയാണ്. ഇത് താൽക്കാലികമായ മാറ്റങ്ങളെക്കാൾ ഉപരിയായിട്ട് നിങ്ങളുടെ ആഴത്തിലുള്ള ഐഡൻറ്റിറ്റി രൂപാന്തരപ്പെടുത്താൻ ലക്ഷ്യമിടുന്നു. നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ, ഫീലിങ്സ്, പഴയ കാര്യങ്ങൾ എന്നിവയിൽ തളച്ചിടാതെ നിങ്ങൾ ആരാണെന്ന് സ്വയം കാണുന്ന രീതി മനഃപൂർവ്വം മാറ്റുക. അതായത് നിങ്ങളുടെ ശീലങ്ങളെയും വിശ്വാസങ്ങളെയും നിയന്ത്രിക്കുന്നത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡാണ്. പുതിയ ലക്ഷ്യങ്ങൾ നേടാൻ സഹായിക്കുന്ന വ്യക്തിയായിട്ട് മാറാൻ നിങ്ങളുടെ ഉപബോധ മനസ്സിനെ റീപ്രോഗ്രാം ചെയ്യുക എന്നതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. വിഷൻ ബോർഡിലെ ചിത്രങ്ങൾ കാണുമ്പോൾ നിങ്ങൾ ഇപ്പോൾ തന്നെ ആ പുതിയ ഐഡൻറ്റിറ്റി ഉള്ള വ്യക്തിയായി മാറിയതായിട്ട് സങ്കല്പിക്കുക. ആത്മവിശ്വാസമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ആ വിശ്വാസം നിങ്ങൾ ഇരിക്കുന്ന രീതിയിലും ശ്വാസം എടുക്കുന്ന രീതിയിലും അനുഭവിക്കാൻ ശ്രമിക്കുക. വിഷൻ ബോർഡിലെ ചിത്രങ്ങൾക്കടുത്ത് പുതിയ ഐഡൻറ്റിറ്റിയെ സൂചിപ്പിക്കുന്ന അഫർമേഷനുകൾ എഴുതി ചേർക്കുക. പുതിയ ഐഡൻറ്റിറ്റി പതിയെ നിങ്ങളുടെ ഉപബോധ മനസ്സിൻ്റെ ഭാഗമായി മാറുന്നതിലൂടെ ലക്ഷ്യങ്ങളിലേക്കുള്ള പ്രവർത്തനങ്ങൾ ഇച്ഛാശക്തി ഇല്ലാതെ തന്നെ സ്വാഭാവികമായും സംഭവിക്കാൻ തുടങ്ങും. ഇനി അടുത്ത വീഡിയോയിൽ ഐഡൻറ്റിറ്റി ഷിഫ്റ്റിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ പഠിക്കാം. അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്